ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇതൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോൾഡിറ്റ് ആണ്. അപ്പോൾ ഈ മോൾഡിറ്റ് ഒരു 3D ആർട്ടിനും ഡെക്കോറിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഇപ്പോക്സി കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതിലും നമ്മൾ റെസിൻ ചെയ്യുന്നത് പോലെ തന്നെ റെസിൻ ബേസും അതുപോലെ ഹാർഡ്നർ ബേസും അങ്ങനെ ഡിഫറെൻറ്റ് പാക്കറ്റ്സിലായിരിക്കും വരുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോക്ക് ബേസാണ്. സോ ഇത് 14 ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ സൈസ്. ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ മേളിൽ അതിൻ്റെ ഒരു ഹാങ്ങിങ് ഹുക്ക് വരുന്നുണ്ട്. ഇത് 6 ഇഞ്ചിൻ്റെ അഗേറ്റ് മോൾഡാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു മോൾഡിൽ ഒരു 2-3 ടൈംസ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മോൾഡൊക്കെ സ്പോയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി 6 ഇഞ്ചിൻ്റെ അഗേറ്റ് മോൾഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എല്ലാം കുറച്ച് സ്പോയിൽ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളതൊന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ്. അടുത്തത് ക്ലോക്ക് ഹാൻഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഇത്തവണ ക്ലോക്ക് ഹാൻഡ്സ് എടുത്തിട്ടുള്ളത് ഇത് ഗോൾഡൻ കളർ ക്ലോക്ക് ഹാൻഡ്സ് ആണ്. അതുപോലെ തന്നെ പിന്നെ ഒരു സെറ്റ് ബ്ലാക്ക് കളർ. അടുത്തത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെല്ലാ റെസിൻ ആർട്ട് ഫ്രെയിംസ് ചെയ്യുമ്പോഴും ഈ ഒരു മെറ്റൽ സ്റ്റാൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സോ ഇതെപ്പോഴും ഞാനിങ്ങനെ റീസ്റ്റോക്ക് ചെയ്തിട്ടിരിക്കും. ഇതും മെറ്റൽ സ്റ്റാൻഡ്സ് ആണ്, പക്ഷെ നേരത്തെ കാണിച്ചത് 6 ഇഞ്ചാണ്. ഇത് 4 ഇഞ്ചിൻ്റെ മെറ്റൽ സ്റ്റാൻഡ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ സ്പെസിഫിക്കലി എനിക്ക് മൈക്ക പൗഡറിൻ്റെ ഈ 2 കളേഴ്സ് വേണമായിരുന്നു. ഇതൊരു ക്രീമി വൈറ്റ് കളർ മൈക്ക പൗഡറും ഇതൊരു ഗോൾഡൻ മൈക്ക പൗഡർ. പക്ഷേ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ഗോൾഡ് ഇത്ര ബ്രൈറ്റ് അല്ലായിരുന്നു, കുറച്ചുകൂടെ സട്ടിൽ ഗോൾഡാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ കുഞ്ഞ് സ്റ്റാർ ഫിഷസ് ആണ്. ഇത് ഞാൻ ആക്ച്വലി ഓഷൻ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി. ഇത് കുറച്ച് വുഡൻ സ്റ്റാൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രോഡക്റ്റും ചെയ്യുമ്പോൾ ചിലത് മെറ്റൽ സ്റ്റാൻഡ് യൂസ് ചെയ്യും, ചിലതിൽ വുഡൻ സ്റ്റാൻഡ് യൂസ് ചെയ്യും. അപ്പോൾ അതിൽ വരുന്ന ബഡ്ജറ്റും അതനുസരിച്ച് വേരി ചെയ്യും. ഇത് ക്ലോക്ക് ലെറ്റേഴ്സ് ആണ്. സോ നമ്മൾ ക്ലോക്ക്സ് ആഡ് ചെയ്യുമ്പോൾ ക്ലോക്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ലെറ്റേഴ്സ് ആണ്. അപ്പം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇത് ക്ലോക്ക് മെഷീൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് അപ്കമിങ് ക്ലോക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലോക്ക് മെഷീൻസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബഞ്ച് ഓഫ് കീ ചെയിൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ബൾക്ക് ഓർഡറിന് വേണ്ടിയിട്ടാണ്. അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെൽസറമാണ്. സോ സെൽസറം നമുക്ക് ഓഷ്യൻ ആർട്ടിൽ വേവ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നേരത്തെ കാണിച്ചത് കുറച്ചുകൂടെ ഒരു വലിയ ക്ലോക്ക് ലെറ്റേഴ്സ് ആണ്. ബ്ലാക്ക് കളറായിരുന്നു. ഇത് ഗോൾഡൻ കളറിലുള്ള ക്ലോക്കിൻ്റെ ലെറ്റേഴ്സ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ബഞ്ച് ഓഫ് അക്രിലിക് കീ ചെയിൻ ബേസസ് ആണ്. അപ്പോൾ ഇതെല്ലാം അക്രിലിക് കീ ചെയിൻ്റെ ബേസസ് ആണ്. ഇപ്പോൾ ഇതിലൊരു മാസ്കിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് ഞാൻ ഇന്നൊരു റീസ്റ്റോക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന പ്രോഡക്ട്സ്. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സിന് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട്.